Hey guys, what is up? സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂടെ കണ്ട് നേരെ വന്ന് റിവ്യൂ പറയാതിരിക്കുകയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടോ, ഇതിൽ സ്പോയിലർ ഒന്നുമില്ല. നിങ്ങൾ ഈ പടം കണ്ടിരിക്കണം എന്ന് ഞാൻ പറയുന്ന 3 റീസൺസ്. ഒന്നാമത്തതിൻ്റെ ആക്ഷൻ സീക്വൻസ്, ഫൈറ്റ് സീക്വൻസ്. സ്പൈഡർമാൻ സിനിമകളിലുള്ള എല്ലാ ഫൈറ്റ് സീക്വൻസസും നമ്മളെല്ലാവരും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഇതിലുള്ളത് കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. സ്പെഷ്യലി നിഞ്ചാസുമായിട്ടുള്ള ഫൈറ്റിങ്, എൻ്റെ മോനെ അത് കാണണ്ടോടാ. അത് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണത്. സീരിയസ്ലി ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ പ്ലേസ്മെന്റ്. ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു വരുന്നത് പണീഷറിനെ കുറിച്ചാണ്. കൂടുതൽ പറഞ്ഞാൽ സ്പോയിലായി പോവും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വേറെ ഒരു സ്പൈഡർമാൻ മൂവിയിലും ഞാൻ ഇത്രയും അധികം ചിരിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ മൈൻഡിൽ എനിക്ക് ഓർമ്മയില്ല. ഞാൻ അതല്ല, ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട കുറച്ചധികം ചിരിച്ച ഒരു ഇംഗ്ലീഷ് പടം സ്പൈഡർമാനാണ്. ഒന്നും പറയാനില്ല. മൂന്നാമത്തെ റീസൺ, ഇതിൻ്റെ ഒരു ഇമോഷണൽ സംഭവം, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം. നമ്മൾ ലാസ്റ്റ് സ്പൈഡർമാൻ മൂവി കണ്ടു കഴിഞ്ഞ് പീറ്റർ പാർക്കറിനെ എല്ലാവരും മറന്നുപോയി. അത് കഴിഞ്ഞ് നമ്മൾ പീറ്റർ പാർക്കറിന് പ്രത്യേകിച്ച് MJ ആയിട്ട് ഉള്ള ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഉള്ള ഒരു ഇൻട്രാക്ഷൻ എങ്ങനെയായിരിക്കണം എല്ലാ ഫാൻസ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് അതുപോലൊന്നും അല്ല. എന്നാൽ പ്രാക്ടിക്കലാണ്. ഇറ്റ് മേക്ക് സെൻസ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഈ 3 റീസൺ കാരണമാണ് നിങ്ങൾ കാണണമെന്ന് ഞാൻ പറയുന്നത്. ഇനി എൻ്റെ ഓവറോൾ ഒരു വ്യൂ, എൻ്റെ ഓവറോൾ എങ്ങനെയാണ് ഞാൻ ഈ പടത്തിനെ ടേക്ക് ചെയ്തത്. ഒന്ന്, ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ മൂവിയാണ്. ഇത് OTT വരാനിരുന്നു കഴിഞ്ഞാൽ അതിലും വലിയ ബ്ലണ്ടറസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാനില്ല. മേജർ റിഗ്രറ്റ് ആയിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് വിശ്വസിച്ച് പോയി കണ്ടോ. നിങ്ങൾ ഈ പടം കണ്ടതുകൊണ്ട് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യൂല. അത്രയും എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സ്പൈഡർമാൻ എന്ന് പറയുന്നത് ആരുടെയൊക്കെ ഫാനാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇഷ്ടമുള്ള ഒരു ഫ്രണ്ട്ലി സൂപ്പർ ഹീറോ ആണ് സ്പൈഡർമാൻ. ധൈര്യമായിട്ട് പോയി കണ്ടോ. ഒരിക്കലും ഈ പടം മിസ്സാക്കരുത്. മിസ്സായി കഴിഞ്ഞാൽ പിന്നീട് ഇരുന്ന് നിങ്ങൾ അയ്യോ തിയേറ്റർ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്ന് കരയും. പിന്നെ ഈ പടത്തിന് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. അപ്പോൾ അത് മിസ് ചെയ്യരുത്. വലുതായിട്ടൊന്നുമില്ല, എന്നാലും അടുത്ത പടത്തിന്റെ ഒരു ഹിന്റ് പരിപാടി അതിൽ തരുന്നുണ്ട്. അപ്പോൾ അത്ര തന്നെയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് പോയി കണ്ടോ. ദിസ് ഈസ് ശ്രീമോൻ സൈനിങ് ഓഫ്.